നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ. ചോള നാട്ടിലെ കാവേരി പൂമ്പട്ടണം. ആ പട്ടണത്തിലെ വൻ ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ, കാമകോമളൻ. തേരിറങ്ങി വന്നൊരിന്ദ്രതുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവനീശ്വരൻ. സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. സർവ സൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. മാതൃകാ ദമ്പതികളായവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ ആണ്ടവൻ കോവിലിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ആ അസുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കാറുണ്ട്. തിരുനടയിൽ തൊഴുതു നിന്നു തമ്പുരാട്ടി, പുലരൊളിയിൽ കഥ ചൊരിയും കോമളാങ്കി, കനകമയം തനു നിറവും കരിമിഴിയാലേ, മമ ഹൃദയം തവ സദനം പൂമൊഴിയാലേ. കണ്ണകി, ഉണ്ണി കിടിച്ചത് എൻ മഹാഭാഗ്യം. നീ ഇല്ലാமல் എനിക്ക് വാഴ്വയില്ലേ. അത് കേൾക്കുമ്പോൾ അവളുടെ കവൾ നാണം കൊണ്ട് തുടുത്തു പോകും. ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിടെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടികയറി. തോരണങ്ങളും കമാനങ്ങളും എത്തി. തേരും തേരോട്ടവും ഉണർന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ കോവലൻ തന്നെ. തിരക്കൂത്ത് ആരംഭിക്കുകയായി. നാട്ടിൽ പേര് കേട്ട അഴകറാണി മാധവിയാണ് നർത്തകി. ദീപകാന്തം തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നൽ കൊടി പോലെ ചടുല താളമേളങ്ങളിൽ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗറാണിയായി മാറി. ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുമ്പിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മായികമായ ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടമൊഴികളോടെ ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നു മാധവി. ഞൊടിയിടയിൽ കോവലൻ തന്റെ രത്നഹാരം ഊരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. മണികിലങ്ങം മട്ടിൽ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈകൾ നീട്ടി. ആ കൈകൾ ഞൊടി നേരം പുണർന്നു. പ്രിയരെ, കോവലന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്ന് തൊട്ട് അവൻ ആകെ മാറി. വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അവനെ കണ്ണകിയെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. മദ്യം വെച്ച് വന്ന് ബഹളം കൂട്ടുന്ന കോവലന്റെ കാലിൽ പിടിച്ച് അവൾ കണ്ണീരോടെ ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങ് എന്തിനെ നശിക്കുന്നു? ചി, മാറി നടിപ്പണമേ. ആരെനിക്കു നീ മടുത്തു പുറദൂരേതമി, മാധവി എനിക്കു സ്വർഗരാജ്യമാണ് കാമിനി. ആ മനോഹരയ്ക്കു നിന്ന ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം നീ ഓർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. കടവുളെ കാപ്പാത്തുങ്കോ, എൻ കണവനെ കാപ്പാത്തുങ്കോ. ചവിട്ടിക്കൊടിഞ്ഞെറിയുമ്പോഴും ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് തന്റെ പ്രിയതമന് സൽബുദ്ധി തോന്നുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. അത് മദാമ്മമാർ പരിഹസിക്കുന്നത് പോലെ അവർ അബലകളോ അടിമകളോ ആയതുകൊണ്ടല്ല, മറിച്ച് കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ടാണ്. കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചിപുരത്തെ മട്ടുവാവിൽ മാധവി കോവലനെ മയക്കിയെടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപ്പൂവാടിയിൽ ഇരുകോകിലങ്ങൾ പോലുരമിച്ച് വാണു പാടി മറന്നവൻ. സർവസമ്പത്തും നൽകി പ്രേമഭാവത്തെ തന്റെ സ്വന്തമാക്കിയിടാൻ വെമ്പി. മാധവിയുടെ മായാവലയത്തിൽ കുടുങ്ങിയ കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും ആ കാൽക്കീഴിൽ സമർപ്പിച്ചു. ആ നൃത്തക്കാരുടെ കടക്കണ്ണിൽ കൂടി ഒരു കളിപ്പാവയെ പോലെ അവൻ കുലുങ്ങിക്കിടന്നു. പിന്നല്ലേ സരസ് സുന്ദരിയായ ഒരു പെണ്ണ് കാരണം എത്ര മഹാഭീരുക്കളാണ് നിലം പതിച്ചതെന്ന് കേരള സമൂഹം കണ്ടതല്ലേ. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. ഒടുവിലവൾ കോവലന്റെ മുഖത്ത് നോക്കി ഹട്ടഹസിച്ചു.
കണ്ട മദ്യപാന്മാർക്ക് കയറിയിറങ്ങാനുള്ള സത്രമല്ലത്, കടന്നു പോ. മാധവി, ഇത് നീ തന്നെയാ? അതെ, ആള് മാറിയിട്ടില്ല. എന്താ വിളിച്ചു നോക്കുന്നേ? കടക്ക് പുറത്ത്, കാക്കാശിന് കൊള്ളാത്തവൻ. അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. സർവസമ്പാദ്യവും നഷ്ടപ്പെട്ട ഹതഭാഗ്യൻ കുറ്റബോധത്താൽ കേഴുന്ന മനസ്സുമായി നിരത്തിലൂടി നടന്നു. ഉരുകുന്ന നെഞ്ചുമായി ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ വിതുമ്പുന്നു പാവം. ഇനി ഏതു പാത, ഇരുളാണ്ട വഴികൾ, ഒരു കുഞ്ഞു താരവുമില്ല. ഇനി ഏതു പാത, ഇരുളാണ്ട വഴികൾ, ഒരു കുഞ്ഞു താരവുമില്ല. ആ പാതിരാവിൽ കൊളുത്തി വെച്ച കൽവിളക്കിന് മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കണ്ണകി വിതുമ്പുകയായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു കാലച്ച. യരത് യരത്. അവൾ കരുതി വെച്ച കൊടുവാൾ കയ്യിൽ എടുത്തില്ല. അന്നതിന്റെ ആവശ്യവുമില്ല. കാരണം അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലും 90 കഴിഞ്ഞ വൃദ്ധകൾക്ക് പോലും രക്ഷയില്ല. യരത്. അവൾ ജനൽ പഴുതിലൂടെ നോക്കുമ്പോൾ കടവുളെ കോവലൻ. അവൾ വാതിൽ തുറന്ന് ആ കാൽ തൊട്ട് ബന്ധിച്ചു. വാങ്ങി, ഉള്ള വാങ്ങി. കണ്ണകി, കാരുണ്യമർഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരും. അങ്ങനെ പറയരുത്. തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ. എനിക്കങ്ങേ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. കണ്ണകി, ജീവിക്കാൻ നമുക്കിനി എന്താണ് മാർഗം? വഴിയുണ്ട്. അവൾ പെട്ടി തുറന്ന് ആ പട്ടുപൊതി കയ്യിലെടുത്തു. നോക്കൂ, മംഗല്യനാളിലൻ താതനണീച്ച പുഞ്ചിലമ്പാണിത് വാങ്ങൂ. പാരില മൂല്യമാം രത്നജ്വാലങ്ങൾ തൻ മഞ്ജിര സിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. മഞ്ജിര സിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. അങ്ങ് എന്തിനു വിഷമിക്കുന്നു? എനിക്കച്ഛൻ തന്ന പൊൻചിലമ്പുകളിൽ ഒരെണ്ണം വിറ്റാൽ നമുക്ക് ഏറെ കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വാണിഭ്യം ആരംഭിക്കുകയും ചെയ്യാം. ആ മഹാസ്നേഹത്തിന്റെ മുൻപിൽ കോവലിന്റെ കണ്ണു നിറഞ്ഞു പോയി. പിന്നെ നിന്നല്ലേ ചിലമ്പ് വിൽക്കുവാൻ കോവലൻ മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യനാട്ടിലെ പേരുകേട്ട രത്നവ്യാപാരിയായ നഗീരവീര് പെരുന്തട്ടാന്റെ കടയിലേക്ക് കൂടാ വയറും കൂർക്കും കണ്ണുകളുമുള്ള പെരുന്തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചും മറിച്ചു നോക്കി. ഉക്കാറുങ്കോ ഉക്കാറുങ്കോ, കൊഞ്ചം ഉക്കാറുങ്കോ, ഞാനിതേ വന്നിട്ട്. തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക് പോയി. ഏറെ കഴിഞ്ഞില്ല, ഒരു കുതിരവണ്ടി പാഞ്ഞു വന്ന് കടയുടെ മുന്നിൽ നിന്നു. ചാടിയിറങ്ങിയ രാജ്യഭടന്മാർ കോവലന്റെ വണ്ടിയിലേക്ക് വലിച്ചെഴിച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട പെരുങ്കള്ള കേരള വണ്ടിയിലേക്ക്. തട്ടാൻ കൂട വയറു കുലുക്കി ചിരിച്ചു. പണം തട്ടിയെടുക്കാൻ തമ്പുരാട്ടിയുടെ ചിലമ്പ് പോലൊരെണ്ണം എന്റെ കയ്യിൽ തന്നെ വന്നുപെട്ടത് മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുത്തതിന്റെ സമ്മാനം വേറെ. ആണ്ടവാ. വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട കള്ളനെ കാണാൻ ജനം കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പുയർത്തി കാട്ടി പാണ്ഡ്യമല്ലൻ ആജ്ഞാപിച്ചു. തലവെട്ടിയെറിവിൻ തെരുവിലെ കള്ളനെ, ഇനിമേലിതുപോൽ കവർച്ചയുണ്ടാവലാം. ഇതുപാഠം പാണ്ഡ്യമന്നന്റെ ശാസനം. കരുതമർ വീടണം മധുരയ്ക്ക് മാതൃക. ഒരക്ഷരം മിണ്ടുവാനോ ഒന്നുറക്കി കരയാനോ കഴിയുന്നതിനു മുമ്പ് കോവലന്റെ തല തെറിച്ചു വീണു. ചുടുചോര ചീറ്റി ഒഴുകി. വാർത്ത കേട്ട് നടുങ്ങിയ കണ്ണകി അഴിഞ്ഞൊലിഞ്ഞ മുടിയോടെ തീപ്പാറും കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടി. പ്രിയതമന്റെ ചുടുചോരയിൽ തൊടുകുറി ചാർത്തി സിംഹാസനത്തിലിരിക്കുന്ന മന്നനെ തുറിച്ചു നോക്കിക്കൊണ്ടലറി. അധികാരമത്തനായി അലറുന്ന മന്നവൻ അപരാധിയോ എന്റെ കാന്തൻ. തലവെട്ടി നീ ചെയ്ത രുതിരമേ സാക്ഷി. അറിയാത്ത പൊരുളറിഞ്ഞോളൂ, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. എന്ത് ധിക്കാരം പൊരുമുതോ? നമ്മുടെ പ്രിയതമ്മയുടെ ചിലമ്പ് കെട്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലെന്നോ? ഹേ മന്നവ, നേരറിയാത്ത നിനക്ക് നേര് ഞാൻ കാട്ടിത്തരാം. നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത്. തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രത്നമോ? മുത്ത്, 3 അടി മുത്ത് നിറച്ച ചിലമ്പാണിത്. എന്നാൽ കണ്ടോളൂ, ഈ ചിലമ്പിനകത്ത് രക്തമാണ്, അമൂല്യ രക്തങ്ങൾ. അവൾ ആ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി രത്നങ്ങൾ 4 പാടും ചിതറി. തമ്പുരാൻ നടുങ്ങി. കാണികൾ കിടിലം കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗിയായ കണ്ണകി ഭീകരമായ ലർച്ചയോടെ തന്നെ വലതുമുല പറിച്ചെറിഞ്ഞുകൊണ്ടലറി.
ഹേ മന്നവ, ധിക്കാരം പുലപും അല്ല, ധർമ്മം പഴിച്ച മന്നവ, നീയും നിന്റെ സർവവും വെന്ത് ചാമ്പലാകട്ടെ. കണ്ണകി തനി തളർന്നു വീടും. പെട്ടെന്ന് അഗ്നി ഉണർന്നു. കാറ്റിനോടുനീളം അഗ്നിജ്വാലങ്ങൾ പടർന്നു. പാണ്ഡ്യമന്നനും കൊട്ടാരവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. പ്രിയരെ, ധർമ്മം പഴിച്ച മന്നവനും ധർമ്മം പഠിച്ച ഭരണാധികാരികൾക്ക് ധർമ്മം തന്നെ അന്തകനാകും. പെണ്ണിന്റെ കണ്ണീരഗ്നിയിൽ വെന്ത ചാമ്പലാകും ഏത് ഭരണകൂടവും. നന്ദി, നമസ്കാരം.